നമസ്കാരം. ഇന്ന് ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തയിലേക്കാണ്. ആദ്യം, LDF-ൽ തുടരാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനത്തിന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പൂർണ്ണ പിന്തുണ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ ആവശ്യപ്പെടും. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കാൾ നന്നായി കേരള കോൺഗ്രസ് എം ഇടപെട്ടെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഭരണപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിനെ തിരുത്തിയ സംഭവങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു വാർത്താസമ്മേളനം. കേൾക്കാം. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാട് തന്നെയാണ്, ഉറച്ചാണ്. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ, ഒരു സോഷ്യൽ ഇഷ്യൂസ് നടക്കുമ്പോൾ, വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും പരിമിതികളുണ്ട്. ഒരു തരത്തിലും ഭരണം നടത്തുന്ന ആ സർക്കാരിന് ഒരു എംബാരസ്മെന്റ് വരാതെ വേണം നമുക്ക് കാര്യം ചെയ്യാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, അങ്ങനെ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. ഭരണപക്ഷത്തിരുന്നു കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടു, അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഓരോന്നെണ്ണി പറഞ്ഞുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം, ബഫർ സോൺ വിഷയം, റബ്ബറിന്റെ താങ്ങുവില ഉൾപ്പെടെ അധ്യാപക നിയമനം, അങ്ങനെ പല വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ സമ്മർദ്ദം നടത്തിയെന്ന് നമ്മൾ കരുതിയിരുന്ന സഭയ്ക്കൊക്കെ കൂടിയുള്ള മറുപടി എന്ന തരത്തിലേക്കൊക്കെ ഇതിനെ കാണണം. എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമായിരിക്കുന്നു. LDF-ൽ തുടരും കേരള കോൺഗ്രസ് എം. അനുജ, തീർച്ചയായിട്ടും വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ആ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ട് പോലും UDF അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതൊന്നും ഇനി ആവശ്യമില്ല, അങ്ങനെ തുറന്നിടരുത് എന്നുള്ളൊരു നിലപാട് കൃത്യമായിട്ട് ജോസ് കെ മാണി പറഞ്ഞിരിക്കുകയാണ്. അല്പം വൈകാരികമായിട്ടാണ് ജോസ് കെ മാണി ആ വാർത്താ സമ്മേളനം നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 2 കാര്യങ്ങളുണ്ട്. ആ വാർത്താ സമ്മേളനം നമുക്ക് 2 ആയിട്ട് വേണമെങ്കിൽ നോക്കിക്കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അതിൽ ജോസ് കെ മാണി അടിവരയിട്ടൊരു കാര്യം പറയുന്നു. LDF-നൊപ്പം ഉറച്ചു നിൽക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ അന്ന് ചേർത്ത് നിർത്തിയത് പിണറായി വിജയനും സഖാവ് പിണറായി വിജയനും CPM-ഉമാണെന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള 5 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മുന്നണി മാറി ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പാർട്ടിയുടെ ഇനിയുള്ള ഭാവി, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഭരണത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും എല്ലാ വിഷയങ്ങളിലും, ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട്, പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കാര്യക്ഷമമായി തന്നെ ഇടപെട്ട് അതിനൊരു പരിഹാരം കൂടി കണ്ടെത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോയതെന്ന് പറയുന്നു. അനുജ പറഞ്ഞതുപോലെ തന്നെ ആ മറുപടി സഭയടക്കമുള്ളവർക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അതിൽ എടുത്തു പറഞ്ഞത് വനം വന്യജീവി വിഷയം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഛത്തീസ്ഗഡിലടക്കം കന്യാസ്ത്രീകളടക്കം ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ, ഈ വിഷയത്തിലെല്ലാം കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് സഭയ്ക്കുള്ള മറുപടിയായി തന്നെ വേണം വായിച്ചെടുക്കാൻ. UDF-നും കോൺഗ്രസ് നേതൃത്വത്തിനും ഒക്കെയുള്ള മറുപടി. LDF-ൽ നിന്ന് ഇപ്പോൾ പോകേണ്ട സാഹചര്യമില്ല എന്ന് ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, അതിൽ പരിഹാരം എങ്ങനെയാണ് കണ്ടത് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള മറുപടി ജോസ് കെ മാണി അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ നൽകി. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠരര് രാജീവരർക്കും കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ച് എന്ന രേഖകൾ പുറത്തുവന്നു. ആചാരവിധി പ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ലംഘിച്ചത്. 2012 ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് മറികടന്നാണ് വാജിവാഹനം 2017 തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള UDF ഭരണസമിതിയായിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. ആചാരവിധി പ്രകാരം തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും
കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയെന്ന കോൺഗ്രസ് പ്രതികരണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. വാജിവാഹൻ അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. ഇനി അജയ് തറയിൽ UDFന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDFന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയല്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. തന്ത്രി ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്, ദക്ഷിണ എന്നാണ് അതിനെ പറയുക. എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തി. അതിനിടെ ബോർഡ് അംഗം N വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായിരുന്നു സന്നിധാനത്ത് നിന്നും ശേഖരിച്ച് VSSCയിൽ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാഫലമാണിത്. സ്വർണം പൂശിയ ചെമ്പ് പാളികളുടെയും പരിശോധനാഫലം കൈമാറി. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായെന്നറിയുന്നതിന് റിപ്പോർട്ട് പ്രധാനമാണ്. പാളികൾ അപ്പാടെ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത്, പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ എന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മുദ്രവെച്ച കവറിൽ കോടതിയിൽ കൈമാറിയ റിപ്പോർട്ട് SITക്ക് കൈമാറും. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ് വിൽപ്പന ചുമതലയിലുണ്ടായിരുന്ന 33 പേരാണ് കേസിലെ പ്രതികൾ. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രോസിക്യൂഷന്റെ നിർണായക നീക്കം. അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അതിജീവിത തിരുവല്ല കോടതിയിൽ അപേക്ഷയും നൽകി. നാളെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ജാമ്യത്തെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ടെന്ന് വാദിച്ചു. എല്ലാം നടന്നത് പരസ്പര സമ്മതത്തോടെ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെയാണ് പ്രോസിക്യൂഷന്റെ നിർണായക ഇടപെടൽ. പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. ഓൺലൈനായി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതിജീവിത കോടതിയിൽ അപേക്ഷയും നൽകി. വിദേശത്തായതിനാൽ ഓൺലൈനായി രഹസ്യമൊഴി എടുക്കണമെന്നാണ് അപേക്ഷ. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തനും സുഹൃത്തുമായ ഫെനി നൈനാനെതിരെ അതിജീവിത ഇന്ന് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പോൾ എന്നെ സുരക്ഷിതം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെനി നൈനാൻ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമാധ്യമങ്ങളോട് അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നാടിനെ നടുക്കി അതിക്രൂര കൊലപാതകം. കാണാതായ 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരൻ കസ്റ്റഡിയിലായി. ബലാത്സംഗത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് കരുവാരക്കുണ്ട് സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായത്. അനിയത്തിയുമൊത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂളിൽ എത്തിയില്ല. വൈകിട്ട് വീട്ടിലേക്കും കാണാതായതോടെ അമ്മ അധ്യാപകരോട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി സ്കൂളിലും എത്തിയില്ലെന്ന വിവരമറിഞ്ഞത്. 6:30യോടെ അമ്മയുടെ ഫോണിലേക്ക് അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിച്ച്
താൻ വീടിനടുത്തുണ്ടെന്നും ഉടൻ എത്തുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പിന്നീട് ആ നമ്പർ സ്വിച്ച് ഓഫ് ആയതിനാൽ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനിടയിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ +1 വിദ്യാർത്ഥിയും സ്കൂളിൽ എത്തിയില്ലെന്ന് മനസ്സിലായി. പെൺകുട്ടി വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപം മൊബൈൽ സിഗ്നൽ. 6 മണിക്ക് ഒരു കോൾ വന്നതാണ്, ഞാൻ ഇവിടെ എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. 16-കാരനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിച്ചത്. തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ബലാത്സംഗവും കൊലപാതകവും. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. കൈകൾ പിറകിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു. പീഡന വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞതാണ് കൊലപാതക കാരണമെന്ന് 16-കാരൻ മൊഴി നൽകിയതായും വിവരമുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 മലപ്പുറം. മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മിന്നും ജയം. 2.5 പതിറ്റാണ്ടായി ശിവസേനയുടെയും താക്കറെ കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള മുംബൈ കോർപ്പറേഷൻ ഭരണം BJP വൻ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തു. പൂനെയിൽ പവാർ കുടുംബത്തിന്റെ ആധിപത്യവും വമ്പൻ വിജയത്തോടെ BJP അവസാനിപ്പിച്ചു. എക്സിറ്റ് പോളുകൾ ഏതാണ്ട് എക്സാക്ട് പോളുകളായി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെ സമ്പന്നമായ കോർപ്പറേഷൻ ഭരണം ഇനി BJPക്ക്. 100-നടുത്ത് സീറ്റുകൾ പിടിച്ചാണ് കോർപ്പറേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. ഒപ്പം നിന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. മറുവശത്ത് പാർട്ടിയുടെ കോട്ടയെന്ന് കരുതുന്ന മുംബൈയുടെ ഭരണം മാധോശ്രീക്ക് കൈമോശം വന്നത് ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടിയായി. രാജ് താക്കറെയ്ക്കൊപ്പം ചേർന്ന് നടത്തിയ പരീക്ഷണവും പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കിയില്ല. പൂനെയിൽ NCPയുടെ ശക്തി കേന്ദ്രത്തിൽ അധികാരം നിലനിർത്താൻ ഒന്നിച്ച അജിത് പവാറും ശരത് പവാറും BJPക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. പൂനെയിലും പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും കൂറ്റൻ ലീഡോടെയാണ് BJP അധികാരം പിടിച്ചത്. മറ്റു കോർപ്പറേഷനുകളിലും BJPയുടെ തേരോട്ടമാണ്. വിരലിലെ മഷി മായുന്നതുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിനത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട ശിവസേന ഭരണം അവസാനിപ്പിച്ച് മുംബൈയുടെ ഭരണം BJP പിടിച്ചെടുക്കുമ്പോൾ ആ വിജയം അത്രമേൽ ആധികാരികമാണ്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. പാലക്കാട് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. 3 തവണ മത്സരിച്ച് ജയിച്ച ഷംസുദ്ദീൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചു. KM ഷാജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി SKSSF രംഗത്തെത്തി. അതേസമയം തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പ്രതികരിച്ചു. മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനെതിരെ ഒരു വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമീപിച്ചത്. 3 തവണ മത്സരിച്ച് ജയിച്ച ഷംസുദ്ദീനെ ഇത്തവണ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. വിഷയമുന്നയിച്ച് മണ്ണാർക്കാട്ടെ ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെയും കാണും. മണ്ണാർക്കാട് നിന്നും പ്രാദേശികമായ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ അക്കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. KM ഷാജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി SKSSF രംഗത്തെത്തി. സുന്നി പ്രസ്ഥാനത്തെ ഇകഴ്ത്തുന്ന നിലപാടുള്ളവരെ ഉയർത്തിക്കാട്ടുന്നത് ഭൂഷണമല്ലെന്നും ജനപിന്തുണയുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ പരിഗണിക്കണമെന്നും SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ബദ്രിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഏതാനും പേർക്ക് മാത്രം വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ മതിയെന്നും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നുമുള്ള ആവശ്യം മുസ്ലിം ലീഗിൽ ശക്തമാണ്. അതേസമയം പാർട്ടി നിർദ്ദേശിച്ചാൽ എവിടെയും മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി 24നോട് പറഞ്ഞു. അല്ല, മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന് മാത്രമുള്ളത്. ഞാനെപ്പോഴും പാർട്ടി പറയുന്ന സ്ഥലത്ത് പോയി മത്സരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും എടുത്ത സമീപനം. യുവാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും നിയമസഭയിൽ ലീഗിന്റെ വനിതാ പ്രതിനിധി ഉണ്ടാകുമെന്നും KM ഷാജി പറഞ്ഞു. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. Co-sponsored by
വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ് കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കലോത്സവത്തിലെ നിറപ്പകിട്ടാർന്ന ഏറെ പരിശ്രമം ആവശ്യമായ ഇനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം യക്ഷഗാനം എന്നതാണ്. എല്ലാ ജില്ലകളിലെ സ്കൂളുകളും കാസർഗോട്ട് നിന്നുള്ള ഗുരുക്കന്മാരെ വെച്ചാണ് കലോത്സവത്തിനായി യക്ഷഗാനം ടീമിനെ ഒരുക്കിയത്. കിരീടം വെച്ച് രാവണനായും രാമനായും എല്ലാം വിദ്യാർത്ഥികൾ തിളങ്ങി. റിപ്പോർട്ട് കാണാം. ಅಂಬರುಹದಳನೇತ್ರೆ ಶ್ರೀಗಿ ದುರ್ಗಾಂಬಿಕೆಯ ಬಲಗೊಂಡು ಭಕ್ತಿಯೊಳು ಅಂಬಿಕಾ ಸುತ ವಿಘ್ನರಾಜನ ಪಿರಿದು ಸಂಸ್ತುತಿಸಿ നിറപ്പകിട്ടാർന്ന ആടയാഭരണങ്ങൾ, മുഖത്ത് ചുട്ടികുത്തി കണ്ണെഴുതി പുരാണ കഥാപാത്രങ്ങളെ മനസ്സിലാവാഹിച്ച് യക്ഷഗാനവേദി ഉണരുകയായി. കന്നഡയാണ് യക്ഷഗാനത്തിന്റെ ഭാഷ. മഹാഭാരതവും രാമായണവും പ്രധാന കഥാതന്തു. രാമനും ലക്ഷ്മണനും അർജുനനും കൃഷ്ണനുമെല്ലാം വേദികളിൽ നിറഞ്ഞാടി. കലോത്സവത്തിനായി യക്ഷഗാനത്തിനൊരു ടീമിനെ ജൂലൈയിൽ തന്നെ സ്കൂളുകൾ കണ്ടെത്തും. കാസർഗോഡ് നിന്നുള്ള പരിശീലകനെ എത്തിച്ച് പിന്നെ തയ്യാറെടുപ്പാണ്. കന്നഡ എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ്. അപ്പോൾ ആ കന്നഡ മലയാളത്തിൽ എഴുതി അത് ബൈഹാർട്ട് ചെയ്ത് പിന്നെ അത് പ്രസന്റ് ചെയ്യും. കന്നഡത്തിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ രീതിയുണ്ട് യക്ഷഗാനത്തിൽ. നമ്മൾ നോർമൽ സംസാരിക്കുന്നതും യക്ഷഗാനത്തിൻ്റെ ഡയലോഗും പറയുന്നത് ഒരുപാട് വ്യത്യാസമാണ്. സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് മലപ്പുറം അതിനേക്കാളും ടഫാണ് മലയാളം. അപ്പോൾ ആ കന്നഡ പഠിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു യക്ഷഗാനം അരമണിക്കൂറാണ്. മണിക്കൂറുകൾക്ക് മുൻപേ ചമയം തേച്ച് വേഷം കെട്ടി കാത്തിരിപ്പ് തുടങ്ങും. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കുറേ ടൈമായി. അപ്പോൾ ഇത് അടുത്തത് കളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കുക. സ്റ്റേജിൽ കയറിയാൽ പിന്നെ കന്നഡക്കാർ വരെ തോൽക്കുന്ന പ്രകടനം നമ്മുടെ പിള്ളേർ കാഴ്ചവെക്കും. വേഷത്തിൽ പ്രശ്നക്കാരൻ കിരീടമാണ്. ഈ ഭാരം താങ്ങാനാരപ്പ. നല്ല വെയിറ്റ് ഉണ്ട്, വേദനയുണ്ട്. കലോത്സവ നഗരിയിൽ നിന്ന് ടീം 24. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർ ഇന്ന് അർദ്ധരാത്രിയോടെ മടങ്ങിയെത്തുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ഇറാൻ വ്യോമപാത തുറന്നതിനാൽ ഇന്ത്യക്കാരെ ഉടൻ ഒഴിപ്പിക്കില്ലെന്നും സ്വന്തം നിലയ്ക്ക് മടങ്ങണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ചാബഹാർ തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമർപ്പിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള CPIയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ 24-ന്റെ യൂട്യൂബ് ചാനലിലേക്ക് എത്തുക. ലിങ്ക് ലഭിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയില സർ എന്ന പരിപാടിയുമായി ബി ദിലീപ് കുമാർ. നമസ്കാരം.